Hi students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിംഗ്രണസ് മോട്ടോർ ഡ്രൈവ്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗ്രണസ് മോട്ടോറിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ബേസിക്കലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ആൻഡ് വൗണ്ട് ഫീൽഡ് ടൈപ്പ്. വൗണ്ട് ഫീൽഡ് ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റോട്ടറിൽ നമ്മൾ എക്സൈറ്റേഷൻ കൊടുത്തിട്ടുള്ള ടൈപ്പിനാണ് നമ്മൾ വൗണ്ട് ഫീൽഡ് സിംഗ്രണസ് മോട്ടോർസ് എന്ന് പറയുന്നത്. നമ്മൾ റോട്ടറിൽ എക്സൈറ്റേഷൻ കൊടുക്കാത്ത ടൈപ്പിനാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് സിംഗ്രണസ് മോട്ടോർസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വൗണ്ട് ഫീൽഡ് സിംഗ്രണസ് മോട്ടോറിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ബിക്കോസ് വൗണ്ട് ഫീൽഡ് സിംഗ്രണസ് മോട്ടോറിന്റെ പവർ ഫാക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാരി ചെയ്യാൻ സാധിക്കും ബൈ വാരിയിങ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിലിണ്ടറിക്കൽ റോട്ടറിന്റെ പവറിന്റെയും ടോർക്കിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ന് ഡിറൈവ് ചെയ്യേണ്ടത് സാലിയന്റ് പോൾ സിംഗ്രണസ് മോട്ടറിന്റെ പവറിന്റെയും ടോർക്കിന്റെയും ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അതില് വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു സാലിയന്റ് പോൾ മെഷീനിന്റെ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി കമ്പാരിറ്റീവ്ലി സിലിണ്ടറിക്കൽ മെഷീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സാലിയന്റ് പോൾ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ സ്പീഡ് ആപ്ലിക്കേഷൻസിലും സിലിണ്ടറിക്കൽ റോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിലുമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് സാലിയന്റ് പോൾ മെഷീന്റെ സ്ട്രക്ചർ യൂണിഫോം അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിന്റെ പോളാർ ആക്സിസും അതുപോലെ തന്നെ ഇന്റർ പോളാർ ആക്സിസും ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ ആർമേച്ചർ എംഎംഎഫിനെ നമുക്ക് രണ്ട് എംഎംഎഫ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് ആൻഡ് അനദർ അലോങ് ദി ക്വാഡ്രേച്ചർ ആക്സിസ്. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുക, ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ട്. അതെന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്, ഡി ആക്സിസ് ആൻഡ് ക്യൂ ആക്സിസ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ റോട്ടറിന്റെ പോൾസ് ഉള്ള റീജിയൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ എയർ ഗ്യാപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇനി ഇന്റർ പോളാർ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ എയർ ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ എയർ ഗ്യാപ്പ് യൂണിഫോം അല്ല ഇവിടെ സാലിയന്റ് പോൾ മെഷീനിൽ. ഓക്കെ, സിലിണ്ടറിക്കൽ പോൾ മെഷീനിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാലിയന്റ് പോൾ മെഷീന്റെ വർക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ആയിട്ടുള്ള ആർമേച്ചർ എംഎംഎഫിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. സോറി, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടെണ്ണത്തിനെ സം ആയി ഡിവൈഡ് ചെയ്യും. വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് or the polar axis and another along the interpolar axis, which are mutually perpendicular to each other. Okay, so രണ്ട് d ആക്സിസിന്റെയും q ആക്സിസിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ക്വാഡ്രേച്ചർ ആക്സിസിലുള്ള നമ്മുടെ റിലക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിന്റെ മോഡൽ ചെയ്യുന്ന റിയാക്ടൻസ് വെച്ചിട്ടാണ്. അത് എന്താണ്? എക്സ് ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി. എക്സ് ക്യൂ ഗ്രേറ്റർ ദാൻ എക്സ് ഡി എന്ന് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ നോക്കിയ ഈ എക്സ് ക്യൂ നമ്മുടെ ക്വാഡ്രേച്ചർ ആക്സിസിൽ, ഇത് ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്വാഡ്രേച്ചർ ആക്സിസ്. ഈ ക്വാഡ്രേച്ചർ ആക്സിസിലുള്ള അതായത് ഇന്റർപോളാർ റീജിയൻസിലെ എയർ ഗ്യാപ്പ് എന്താണ്? കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ റിലക്ടൻസ് അല്ലെങ്കിൽ നമ്മളത് മോഡൽ ചെയ്യുന്നത് നമുക്ക് റിയാക്ടൻസ് വെച്ചിട്ടാണെങ്കിൽ പറയാം, റിയാക്ടൻസ് എല്ലാം ക്യൂ ആക്സിസ് എന്നാണ്, കൂടുതലാണ്. ഓക്കെ, ഡയറക്ട് ആക്സിസ് നോക്കിയാൽ ഡയറക്ട് ആക്സിസിൽ ഇത്രയും നമുക്ക് പോൾസ് ഉണ്ട്, നമുക്ക് എയർ ഗ്യാപ്പ് വരുന്നത് ചെറിയൊരു റീജിയനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ റിലക്ടൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? റിയാക്ടൻസ് എന്താണ്? കുറവാണെന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു സാലിയന്റ് പോൾ മെഷീനെ നമുക്ക് എന്ത് ചെയ്യാം? ആർമേച്ചർ എംഎംഎഫിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് or the polar axis and another along the interpolar axis, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? Quadrature axis, which are mutually perpendicular to each other. Okay, so ഈ ടു റിയാക്ടൻസ് തിയറി എന്നുള്ള തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രെ ബ്ലോണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് വെച്ചാൽ it resolves the armature MMF into two mutually perpendicular components, the one along the d axis and another along the q axis. നമുക്കറിയാം d axis q ആക്സിസും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് അതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പവറിന്റെയും ടോർക്കിന്റെയും ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം, ഇതാണ് നമ്മളുടെ ഫേസ് ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഒരു വേരിയേഷൻ ഓഫ് എക്സൈറ്റേഷൻ ഫേസ് ഡയഗ്രാം ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു കാര്യം മാത്രം ആലോചിക്കാം, നമ്മൾ ആദ്യം ഇ വരച്ചു. ഇ എന്ന് പറയുന്നതാണ് റോഡിൽ നമ്മൾ കൊടുക്കുന്ന എക്സൈറ്റേഷൻ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ആദ്യം ഇത്രയും പോർഷൻ നമ്മൾ വരച്ചു. ഈ വരച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കുന്നത് ഐ എസിനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് വരച്ചു? ആദ്യം ഞാൻ ഇനെ വരച്ചു. ഓക്കെ, പിന്നെ ഞാൻ ആരെ വരച്ചു? ഐ എസിനെ വരച്ചു. ഐ എസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടറിൽ നമ്മൾ കറണ്ട് വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം?
ഈ സ്റ്റാറ്ററിലുള്ള കറണ്ട് നമുക്ക് ഇനി രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് ആൻഡ് അനദർ അലോങ് ദി ക്വാഡ്രേച്ചർ ആക്സിസ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റാറ്റർ കറണ്ട് എന്തായി ഡിവൈഡ് ചെയ്തു? രണ്ട് കമ്പോണന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് ISD ആൻഡ് വൺ അലോങ് ദി ക്വാഡ്രേച്ചർ ആക്സിസ് ISQ. അപ്പൊ നമ്മുടെ സ്റ്റാറ്ററിന്റെ കറണ്ട് IS നെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വൺ അലോങ് ദി ഡയറക്ട് ആക്സിസ് ആൻഡ് അനദർ അലോങ് ദി ക്വാഡ്രേച്ചർ ആക്സിസ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ E ആണ് നമ്മള് ഡയറക്ട് ആക്സിസിലുള്ള ഉണ്ടാവുന്ന ഡ്രോപ്പിനെയും ഡയറക്ട് ആക്സിസിൽ ഉണ്ടാവുന്ന ഇംപെഡൻസ് ഡ്രോപ്പിനെയും അതേപോലെ തന്നെ ക്വാഡ്രേച്ചർ ആക്സിസിൽ ഉണ്ടാവുന്ന ഡ്രോപ്പിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? V കിട്ടണം. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം അറിയാം, V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V ഈക്വൽ ടു E പ്ലസ് ഡയറക്ട് ആക്സിസിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് ISD ഇൻറ്റു XSD പ്ലസ് ISQ ക്വാഡ്രേച്ചർ ആക്സിസിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് XSQ. ഓക്കെ, സോ IS ഇവിടെ ഉണ്ട്. ഇത്രയും നമുക്ക് പോർഷൻ എന്താണ്? E ആണ്. അപ്പൊ ഇയുടെ കൂടെ ഞാൻ എന്താ അറിയാവുന്ന എനിക്ക് ISD, ഇതാണ് ISD. ഓക്കെ, ISDക്ക് പെർപെൻഡിക്കുലർ ആയി എന്തുണ്ടാവും? ISD ഇൻറ്റു XSD ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ ഇന്റെ കൂടെ ഉണ്ടാവുന്ന ഈ ഡ്രോപ്പ് എന്താണ്? ISD XSD ഡ്രോപ്പ് ആയിരിക്കും. ഓക്കെ, കാരണം ISDക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുക? ISD XSD ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ E പ്ലസ് ISD XSD ഡ്രോപ്പ് വന്നു. പ്ലസ് നമുക്ക് എന്ത് വേണം? നമ്മുടെ ISQ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ISQ. അപ്പൊ ISQ XSQ എന്ന് പറയുമ്പോൾ എന്താ വരിക? അതിന് പെർപെൻഡിക്കുലർ ആണ് വരിക. അപ്പൊ നമുക്ക് ഇയുടെ കൂടെ ഞാൻ ISD XSDയും പ്ലസ് ISQ XSQ ആഡ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? നമ്മളെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് എന്ത് കിട്ടി? സ്റ്റാറിൽ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് എന്ത് കിട്ടി? V കിട്ടി. ഓക്കെ, സോ ഇനി എനിക്കൊരു കാര്യം അറിയാം, വിയുടെയും ഇയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ഇതാണ് E, ഇതാണ് V. വിന്റെയും ഇന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്ത്? ഡെൽറ്റ. ഓക്കെ, ആ ഡെൽറ്റയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഡ് ആംഗിൾ അല്ലെങ്കിൽ ടോർക്ക് ആംഗിൾ. ഓക്കെ, സോ ഞാൻ ഡിന്റെയും ഇന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ഞാൻ എന്തായിട്ട് മാർക്ക് ചെയ്തു? ഫൈ ആയിട്ട് മാർക്ക് ചെയ്തു. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു V ഇൻറ്റു IS ഇൻറ്റു കോസ് ഫൈ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ IS കോസ് ഫൈ എന്താണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കമ്പോണന്റ് IS നെ റിസോൾവ് ചെയ്യണം. ഓക്കെ, ഈ ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വോൾട്ടേജിന്റെ കറന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണെന്ത്? ഫൈ. സോ ഞാൻ IS നെ ഈ ഫൈയുടെ ഡയറക്ഷൻ ഞാൻ അങ്ങ് റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ വരിക? ഇതായിരിക്കും ഫൈ. ദിസ് വിൽ ബി IS cos ഫൈ. ഓക്കെ, സോ പവർ എന്ന് പറയുന്നതാണ് പവർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു V ഇൻറ്റു IS ഇൻറ്റു കോസ് ഫൈ. ഓക്കെ, സോ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ടേം ഈ IS ഇൻറ്റു കോസ് ഫൈ എന്നുള്ള ടേമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ IS നെ ഞാൻ എന്ത് ചെയ്തു? ഈ IS എന്നുള്ള ടേമിനെ ഞാൻ ഫൈ അല്ലെ IS കോസ് ഫൈ ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഗ്രിയാണ്. വോൾട്ടേജിന്റെ കറണ്ട് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഫൈ. സോ ഞാൻ IS നെ IS കോസ് ഫൈ, അതായത് ഈ ഫൈ എന്നുള്ള ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. IS കോസ് ഫൈ ആൻഡ് IS സൈൻ ഫൈ ആക്കി റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ IS കോസ് ഫൈ ആണ് എനിക്ക് എടുത്ത് എഴുതേണ്ട കാര്യം. അപ്പൊ IS കോസ് ഫൈന്റെ ടേമിൽ എനിക്ക് എന്ത് ചെയ്യണം? ISQനെയും ISDനെയും റിസോൾവ് ചെയ്യണം. ഓക്കെ, ഈ ഡയറക്ഷനെ ഞാൻ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ISQന്റെ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? ഡെൽറ്റയാണ്. ഓക്കെ, ഇത് ഡെൽറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഡെൽറ്റ ആയിരിക്കും വരിക. ഓക്കെ, സോ ഇതെന്തായിരിക്കും? ISQ കോസ് ഡെൽറ്റ. ഈ ആംഗിൾ എന്താണ്? ഡെൽറ്റയാണ്. ഇത് വരിക ISQ സൈൻ ഡെൽറ്റ. ഇനി അതുപോലെ തന്നെ എനിക്ക് ISDന്റെ തോന്നണം. സോ ഞാൻ ISDന്റെ ഒന്ന് മുകളിലോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ കിട്ടുക? ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇതായിരിക്കും -ISD. ഈ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും വരിക? 90 മൈനസ് ഡെൽറ്റ. ഇനി ഞാൻ ഇതിനെ രണ്ടായിട്ട് അങ്ങ് റിസോൾവ് ചെയ്തു. ഒന്ന് ഈ വോൾട്ടേജിന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ IS കോസ് ഫൈന്റെ സെയിം ഡയറക്ഷനിൽ, ഒന്ന് 90 ഡിഗ്രി. ഓക്കെ, സോ ഈ ആംഗിൾ 90 മൈനസ് ഡെൽറ്റ ആയതുകൊണ്ട് ഈ ടേം എന്താ വരിക? -ISD കോസ് 90 മൈനസ് ഡെൽറ്റ. ഓക്കെ, അപ്പൊ കോസ് 90 മൈനസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഏത് ക്വാഡ്രന്റിലായിരിക്കും വരിക? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇതിന് എന്താ എഴുതി വരാം? -ISD. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്. സോ -ISD
സൈൻ ഡെൽറ്റ എന്നാണ് വരിക. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കുക, എനിക്ക് ഈ ഐ എസ് കോസ് ഫൈ ആണ് വേണ്ടത്. ഐ എസ് കോസ് ഫൈ ഈ ഡയറക്ഷനാണ് ഐ എസ് കോസ് ഫൈ. ഐ എസ് കോസ് ഫൈ ഈക്വൽ ടു എന്താ വരിക, ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ ഉണ്ട് ഈ ഡയറക്ഷനില്. പിന്നെ എനിക്ക് എന്താ ഉള്ളത് ഈ ഡയറക്ഷനില്, മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ. അപ്പോ ഐ എസ് കോസ് ഫൈ എന്തായിട്ട് മാറും, ഐ എസ് കോസ് ഫൈ ഈക്വൽ എനിക്ക് എന്ത് എഴുതാം, ഐ എസ് കോസ് ഫൈ ഈ ഡയറക്ഷനിൽ ഐ എസ് കോസ് ഫൈ ഈക്വൽ ടു ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ മൈ പ്ലസ് ഈ ഡയറക്ഷനിൽ എന്താണ്, മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ ആണ് ഈ ഡയറക്ഷനിൽ. ഈ ഡയറക്ഷനിൽ ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ പിന്നെ മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ ആണ്. അപ്പൊ ഐ എസ് കോസ് ഫൈ രണ്ടും കൂടി എന്താ വരിക, സം ആണ് വരിക. സോ ഐ എസ് കോസ് ഫൈ എന്ന് വരും ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ പ്ലസ് മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ ഈ ഡയറക്ഷനിൽ വരുന്ന സംഭവം. അപ്പോ ഐ എസ് കോസ് ഫൈ ഇക്വൽ ടു ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ എന്ന് കിട്ടി എനിക്ക്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, എനിക്ക് ഐ എസ് ഡിക്ക് ഒരു ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇനി ഡിറൈവ് ചെയ്യേണ്ടത് എന്താണ് ഐ എസ് ഡി എന്ന് ഡിറൈവ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയും പോർഷൻ എന്താണ്, ഇത്രയും പോർഷൻ ആണ് ഐ എസ് ഡി എക്സ് എസ് ഡി ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ഐ എസ് ഡി എക്സ് എസ് ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സ് എസ് ഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐ എസ് ഡിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഇത്രയും പോർഷൻ എന്താണെന്ന് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ഇത് വി ആണെങ്കിൽ ഇത്രയും പോർഷൻ എന്തായിരിക്കും, ഇതിനിടയ്ക്ക് ആംഗിൾ ഡെൽറ്റ ആണ്. സോ ഇത് വി ആണെങ്കിൽ ഇത്രയും പോർഷൻ എന്തായിരിക്കും, വി കോസ് ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, സോ ഈ വി കോസ് ഡെൽറ്റ എന്ന് ഞാൻ ഈനെ സബ്ട്രാക്ട് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, ഐ എസ് ഡി എക്സ് എസ് ഡി കിട്ടും. ഓക്കെ, സോ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോർഷനിൽ നിന്ന് ഞാൻ ഈ പോർഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഈ പോർഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഈ പോർഷനിൽ നിന്ന് ഈ പോർഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഈ പോർഷൻ എത്രയാണ്, വി ആംഗിൾ ഡെൽറ്റ ആണ്. സോ വി കോസ് ഡെൽറ്റയിൽ നിന്ന് ഞാൻ എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നു, ഈ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, വി കോസ് ഡെൽറ്റ മൈനസ് ഇ ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി, ഐ എസ് ഡി എക്സ് എസ് ഡി കിട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് ഐ എസ് ഡി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ വി കോസ് ഡെൽറ്റ മൈനസ് ഇ എന്ത് ഡിവൈഡ് ചെയ്താൽ മതി, എക്സ് എസ് ഡിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഐ എസ് ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. നെക്സ്റ്റ് വൺ ഈസ് ഐ എസ് ക്യൂ. അപ്പൊ ഈ ഒരു ടേം എന്താ നമുക്ക് അറിയണം. ഓക്കെ, ഈ ടേം നമുക്ക് എങ്ങനെ എഴുതാം, ഈ ടേം എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ ഈ ടേം വി ആണ്, ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ ഈ ടേം എന്തായിരിക്കും വരും, വി സൈൻ ഡെൽറ്റ ആയിരിക്കും വരും. അപ്പൊ വി സൈൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഐ എസ് ക്യൂ ഇൻറ്റു എക്സ് എസ് ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ വി സൈൻ ഡെൽറ്റ ഈക്വൽ ടു ഐ എസ് ക്യൂ ഇൻറ്റു എക്സ് എസ് ക്യൂ എന്നാണെങ്കിൽ ഐ എസ് ക്യൂ എനിക്ക് എന്ത് എഴുതാം, വി സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ എക്സ് എസ് ക്യൂ എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഐ എസ് കോസ് ഫൈ ഈക്വൽ നമുക്കറിയാം ഐ എസ് ക്യൂ കോസ് ഡെൽറ്റ മൈനസ് ഐ എസ് ഡി സൈൻ ഡെൽറ്റ ആൻഡ് ഐ എസ് ഡി എന്താണ്, വി കോസ് ഡെൽറ്റ മൈനസ് ഇ ബൈ എക്സ് എസ് ഡി ആൻഡ് ഐ എസ് ക്യൂ എന്താണ്, വി സൈൻ ഡെൽറ്റ മൈനസ് എക്സ് എസ് ക്യൂ. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് നമുക്കറിയാം. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ 3 ഇൻറ്റു വി ഇൻറ്റു ഐ എസ് ഇൻറ്റു കോസ് ഫൈ ആണെന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ഇനി ഐ എസ് കോസ് ഫൈന്റെ ഇക്വേഷൻ എഴുതുന്നു. ഐ എസ് കോസ് ഫൈ ഈക്വൽ ടു ഐ എസ് ക്യൂ. ഐ എസ് ക്യൂ എന്താണ്, വി സൈൻ ഡെൽറ്റ ബൈ എക്സ് എസ് ക്യൂ. വി സൈൻ ഡെൽറ്റ ബൈ എക്സ് എസ് ക്യൂ ഇൻറ്റു കോസ് ഡെൽറ്റ മൈനസ് ഐ എസ് ഡി. ഐ എസ് ഡി എന്താണ്, വി കോസ് ഡെൽറ്റ മൈനസ് ഇ ബൈ എക്സ് എസ് ഡി ഇൻറ്റു സൈൻ ഡെൽറ്റ. അത്രയും എഴുതി. ഓക്കെ, ഇനി ഞാനിവിടെ മൊത്തത്തില് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അറിയാം. ഇവിടെ ഒരു വി സൈൻ ഡെൽറ്റ കോസ് ഡെൽറ്റ ടേം ഉണ്ട്, ഇവിടെ ഒരു വി സൈൻ ഡെൽറ്റ കോസ് ഡെൽറ്റ ടേം ഉണ്ട്. ഓക്കെ, സോ ഞാൻ ടോട്ടൽ വി സൈൻ ഡെൽറ്റ കോസ് ഡെൽറ്റ ടേം എന്ത് ചെയ്തു, ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ഔട്ട് സൈഡ് എടുത്താൽ എനിക്ക് എന്ത് വരും, ബ്രാക്കറ്റിൽ 1 ബൈ ഈ ടേം എക്സ് എസ് ക്യൂ മൈനസ് 1 ബൈ എന്ത് വരും, എക്സ് എസ് ഡി ടേം വരും. കൂടാണ്ട് ഈ മൈനസ് ഉള്ളിലുള്ള മൈനസും കൂടി ആയ പ്ലസ് പ്ലസ് ഇ ബൈ എക്സ് എസ് ഡി സൈൻ ഡെൽറ്റ എന്നാണ് വരും. ഓക്കെ, ഇനി സൈൻ ഡെൽറ്റ കോസ് ഡെൽറ്റ എനിക്ക് എങ്ങനെ എഴുതാം, സൈൻ 2 ഡെൽറ്റ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, കാരണം സൈൻ 2 തീറ്റ ആണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ. സോ എനിക്ക് സൈൻ ഡെൽറ്റ കോസ് ഡെൽറ്റ ആണ് സൈൻ 2 ഡെൽറ്റ ബൈ 2 എന്ന് എഴുതാം. 1 ബൈ എക്സ് എസ് ക്യൂ മൈനസ് 1 ബൈ എക്സ് എസ് ഡി നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് എസ് ഡി മൈനസ് എക്സ് എസ് ക്യൂ ബൈ എക്സ് എസ് ഡി ഇൻറ്റു എക്സ് എസ് ക്യൂ പ്ലസ് ഇ ബൈ എക്സ് എസ് ഡി ഇൻറ്റു സൈൻ ഡെൽറ്റ. ഓക്കെ, അപ്പൊ എനിക്ക് ഐ എസ് കോസ് ഫൈ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷെ എനിക്ക് ഐ എസ് കോസ് ഫൈ ആണോ വേണ്ടത്, അല്ല, എനിക്ക് എന്താ വേണ്ടത്, പവറിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ ഞാൻ ഇത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3v നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പവർ ഈക്വൽ ടു 3 ഇൻറ്റു വി ഇൻറ്റു ഐ എസ് കോസ് ഫൈ. അതായത് ഈ മൊത്തത്തിലെ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3v നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എനിക്ക് എന്ത് കിട്ടി, ഈ ഇക്വേഷൻ 3v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3v സ്ക്വയർ സൈൻ 2 ഡെൽറ്റ ബൈ 2 എക്സ് എസ് ഡി മൈനസ് എക്സ് എസ് ക്യൂ ബൈ എക്സ് എസ് ഡി എക്സ് എസ് ക്യൂ കിട്ടി പ്ലസ് 3v ഇ ബൈ എക്സ് എസ് ഡി ഇൻറ്റു സൈൻ ഡെൽറ്റ. ഓക്കെ, സോ ഞാൻ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്തു, 3 നെ ഔട്ട് സൈഡ് എടുത്തു, ഒന്ന് മാറ്റി എഴുതി, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേം ഇത് എഴുതി, പിന്നെ സെക്കൻഡ് ടേം ആയിട്ട് ഇത് എഴുതി, അത്രേ ഉള്ളൂ. പവർ 3 പുറത്തെടുത്തു, വി ഇ ബൈ എക്സ് എസ് ഡി സൈൻ ഡെൽറ്റ പ്ലസ്
നമ്മുടെ ബി സ്ക്വയർ ബൈ 2 എക്സ് എസ് ഡി മൈനസ് എക്സ് എസ് ക്യൂ ബൈ എക്സ് എസ് ഡി എക്സ് എസ് ക്യൂ ഇൻറ്റു സൈൻ 2 ഡെൽറ്റ. സോ പവറിന്റെ ഇക്വേഷൻ ആയി. നമുക്കറിയാം ടോർക്ക് പവറും തമ്മിൽ റിലേഷൻ, പവർ ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ എം എസ്. ഓക്കെ, സോ ടോർക്ക് എന്തായിരിക്കും? പവർ ബൈ ഒമേഗ എം എസ്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഈ പവറിന്റെ ഇക്വേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഒമേഗ എം എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? 3 ബൈ ഒമേഗ എം എസ്. അതായത് ഈ മൊത്തത്തിലുള്ള ഇക്വേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഒമേഗ എം എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 ബൈ ഒമേഗ എം എസ് വിഇ ബൈ എക്സ് എസ് ഡി സൈൻ ഡെൽറ്റ പ്ലസ് വി സ്ക്വയർ ബൈ 2 എക്സ് എസ് ഡി മൈനസ് എക്സ് എസ് ക്യൂ ബൈ എക്സ് എസ് ഡി എക്സ് എസ് ക്യൂ ഇൻറ്റു സൈൻ 2 ഡെൽറ്റ. ഓക്കെ, സോ ഇതാണ് ഒരു സാലിയന്റ് ഹോൾ ബ്രൗൺഫീൽഡ് മോട്ടോറിന്റെ പവറിന്റെയും ടോർക്കിന്റെയും ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് സിലിണ്ടറിക്കൽ റോട്ടറിന്റെയും അതുപോലെ തന്നെ സാലിയന്റ് പോൾ മെഷീന്റെയും പവറിന്റെയും ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.